ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാനായിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളായിട്ട് കുറയ്ക്കണ്ടെന്ന് ഓർത്തു നമ്മളും ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് പുറത്തുവിടുകയാണ്. ഇതൊരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്നതിലുപരി ഈ സീസണിൽ കാണാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റീസ്, അതായത് ഇൻഫ്ലുവൻസർ, അതേപോലെ ആർട്ടിസ്റ്റ് കാറ്റഗറി എന്നുള്ള ആളുകളുടെ പേരുകൾ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഡിസ്കഷൻസിനെ പറ്റി പറഞ്ഞല്ലോ, അതിൽ നിന്നും ഉള്ള കുറെ പേരുകളും എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ പേര് രാജ് കലേഷ്. മിക്ക ബിഗ് ബോസ് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും കേൾക്കാനുള്ള ഒരു പേരാണ്. കഴിഞ്ഞ സീസൺസിൽ ഉൾപ്പെടെ മാജീഷ്യൻ ആണ്, കൾണറി ഷെഫാണ്, TV പ്രസന്റർ ആയിരുന്നു. മഴവിൽ മനോരമയിലെ ഒരു ഷോ പുള്ളി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ് കലേഷ് ദിവാകരൻ എന്നാണ് ഫുൾ നെയിം. പിന്നെ ബിനീഷ് ബാസ്റ്റിൻ, കഴിഞ്ഞ സീസൺ ഉൾപ്പെടെ ഒരുപാട് സീസൺസിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പേര് കേട്ടിട്ടുള്ള ഒരു ആക്ടറാണ് ബിനീഷ് ബാസ്റ്റിൻ. പിന്നെ സെബിൻ സെറിയാക്, ഫിഷിംഗ് ഫ്രീക്സ് ആയിട്ടുള്ള സെബിൻ സെറിയാക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ്. പിന്നെ അഞ്ജു കുര്യൻ, മെയിൻ സ്ട്രീം ഫിലിം ആക്ട്രസ് ആണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ജു കുര്യൻ വരും എന്നൊക്കെ. പിന്നെ രശ്മി നായർ, ഹൈലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ നിരഞ്ജന അനൂപ്, ആക്ട്രസ് ആയിട്ടുള്ള നിരഞ്ജന അനൂപ്. ജുവൽ മേരി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ജുവൽ മേരി. പിന്നെ കൃഷ്ണപ്രഭ, ഡാൻസറും പിന്നെ കൊമേഡിയനും TV ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള കൃഷ്ണപ്രഭ. നീന കുറുപ്പ്, സീനിയർ ആക്ട്രസ് ആണ്. പിന്നെ ശ്രുതി മേനോൻ, TV ഹോസ്റ്റും ആക്ട്രസും മോഡലും ഒക്കെ ആയിട്ടുള്ള ശ്രുതി മേനോൻ. പിന്നെ റോഷൻ ബഷീർ, ദൃശ്യം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള റോഷൻ ബഷീർ. പിന്നെ ലൈഫ് ഓഫ് സാറ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ലൈഫ് ഓഫ് സാറ ശരണ്യ. സാജൻ സൂര്യ, എല്ലാ സീസണിലും പറയുന്ന പേരാണ് സാജൻ സൂര്യ, ഇത്തവണ ഉണ്ടാവും തോന്നുന്നു. പിന്നെ മീര വാസുദേവൻ ഇപ്പം സീരിയലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. മീര വാസുദേവൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ലക്ഷ്മി നക്ഷത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോമോയിൽ കണ്ടത്. ഏഷ്യനെറ്റ് തന്നെ പുറത്തു വിട്ടുള്ള ഒരു പ്രോമോയിൽ നമ്മൾ ലക്ഷ്മി നക്ഷത്രയാണ് കണ്ടത്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം ഈ സീസണിൽ. പിന്നെ കാർത്തിക് സൂര്യ, നമ്മൾ ഒരുപാട് സീസൺസിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് കാർത്തിക് സൂര്യ. ചിലപ്പോൾ ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് തള്ളിക്കളയാൻ പറ്റില്ല. പാർവതി ബാബു, സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി, ഇന്റർവ്യൂർ ഒക്കെ ആയിട്ടുള്ള പാർവതി ബാബു. പിന്നെ തൊപ്പി ഗ്യാങ്ങിൽ നിന്നും ആരെങ്കിലും ഒരാൾ ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട്. കാരണം അത് ഭയങ്കര വിവാദമായിട്ട് നിൽക്കുകയാണ്. അവരുടെ ആ ഒരു ലൈവ് സ്ട്രീമും പരിപാടികളും ഭയങ്കര വിവാദമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഷമീറോ മമ്മുവോ അവരിൽ ആരെങ്കിലും ഒക്കെ ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തൊപ്പി നിഹാദ് തന്നെ ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ധന്യ ബിമൽ എന്നുള്ളൊരു പേരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു ഫാമിലി ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ധന്യ ബിമൽ. പിന്നെ ശരണ്യ നന്ദകുമാർ, സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ശരണ്യ നന്ദകുമാർ. ജാസി ഈ സീസണിൽ വരാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ജാസി ഈ സീസണിൽ ഉണ്ടാവും. ചിലപ്പോൾ ജാസിയുടെ ഹസ്ബൻഡും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അശ്വിനി, ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ക്രിയേറ്റർ ആയിട്ടുള്ള അശ്വിനി, ഫാമിലി ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന അശ്വിനി സീസണിൽ വരും. പിന്നെ ആതിര നായർ ഇൻഫ്ലുവൻസർ ആണ്. അലൻ ജോസ് പെരേര, AJP അലൻ ജോസ് പെരേര ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അലൻ ജോസ് പെരേര ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ രോഹൻ ലോണ, കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞു കേട്ടൊരു പേരാണ്, വന്നില്ലായിരുന്നു. ഈ സീസണിൽ ഉണ്ടാവുമോ? രോഹൻ ലോണ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഹനാൻഷാ എന്തോ ഒരു കേസൊക്കെ ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. ചിലപ്പോ ആ ഒരു വിവാദം ഇങ്ങനെ കത്തിക്കേറിയാൽ ഹനാൻഷായ്ക്കും കോള് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഗ്രീഷ്മ ബോസ്, നമ്മുടെ ബിഗ് ബോസ് കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആളാണ്. ബിഗ് ബോസ് മലയാളം കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു ക്രിയേറ്റർ ആണ് ഗ്രീഷ്മ ബോസ്. കാർത്തിക് ശങ്കറിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഒരു കൊമേഡിയൻ ആണ് ബേസിക്കലി. പിന്നെ ഷാൻ മോൻ, ഇൻസ്റ്റഗ്രാം ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഷാൻ മോൻ. വിനു വിജയ്, കഴിഞ്ഞ സീസണിലെ വിവാദ താരമായിട്ടുള്ള വിനു വിജയ്, നമ്മുടെ എല്ലാ സീസണിലും PR എടുത്ത് പുറത്തു നാളെ വിജയിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന വിനു വിജയ് ഈ സീസണിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ ഷോ റിഗ്ഡ് ആണെന്ന് പലരും പറയാനുള്ള ഒരു കാരണം തന്നെ വിനു വിജയിന്റെ PR ടീമും ആയിരുന്നു. അപ്പം വിനു വിജയ് ഈ സീസണിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം വലുതാണ്. സുബിൻ ടാർസൻ, ട്രാവൽ ആൻഡ് അഡ്വഞ്ചർ എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള സുബിൻ ടാർസൻ. വിവേക് ഗോപൻ, TV താരമായിട്ടുള്ള വിവേക് ഗോപൻ. ജീവൻ ഗോപാൽ, TV ആക്ടറാണ്. ഹാപ്പി കപ്പിൾ എന്ന് പറയുന്ന ഒരു സിറ്റ്കോമിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ജീവൻ ഗോപാൽ. ആദിത്യൻ ജയൻ, എല്ലാ സീസണിലും പറയുന്ന മറ്റൊരു പേരാണ് ആദിത്യൻ ജയൻ. അവന്തിക മോഹൻ,
താരമാണ്. അവന്തിക മോഹനും ഈ സീസണിൽ വരുമെന്നാണ് ഒരുപാട് പേര് പറയുന്നത്. പിന്നെ അശ്വന്ത് കോക്ക് പേഴ്സണലി ബിഗ് ബോസിൽ വന്ന് കാണണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പണത്തോടോ ഫെയിമിനോടോ അങ്ങനെ അമിതമായ ആർത്തിയുള്ളൊരു മനുഷ്യനൊന്നും അല്ലെന്നാണ് എനിക്ക് പുള്ളിയുടെ വീഡിയോസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തെ ബിഗ് ബോസിൽ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അശ്വന്ത് കോക്കിന്റെ പേര് അതുകൊണ്ട് പറയുകയാണ്, വരുമോ ഇല്ലോ ഒന്നും അറിയില്ല. ഗൗരി ലക്ഷ്മി, പ്ലേബാക്ക് സിംഗർ ആയിട്ടുള്ള ഗൗരി ലക്ഷ്മി. നജീം അർഷാദ്, സിംഗർ ആയിട്ടുള്ള നജീം അർഷാദ്. ശീതൾ ഷ്യാം, LGBTQ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ശീതൾ ഷ്യാം. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഒരുപാട് കോമണേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട് കേട്ടോ. ഒരു 5-6 പേരെങ്കിലും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനായിട്ടാണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ ഇവർ വേറെ ആയിട്ട് വെച്ചിരിക്കുന്നത്. യഥാർത്ഥ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീ റിയാലിറ്റി ഷോ എന്നുള്ള നിലയ്ക്കാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിൽ കുറെ സാധാരണക്കാർ പങ്കെടുക്കും. അവരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് ഈ ഒരു സീസൺ 8 ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. 4-5 പേരെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്രയുമായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേര് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു പേരുകൾ തന്നെയാണെന്നേ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലും പല സ്ഥലത്തും ഈ ഒരു പേരുകൾ തന്നെയാണ് ഉള്ളത്. അല്ലാതെ പുതിയ പേരുകളും വേറെ പുതിയ ആളുകളുടെ പേരുകളും ഒന്നും കേൾക്കാനില്ല. സീസൺസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന പേരുകൾ തന്നെയാണ്. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പങ്ക് വെക്കാം. താങ്ക് യു.